ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച. അന്ന് പൗഷ് മാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി. കേരളത്തിൽ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി. ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒന്നാമത്, ധനുമാസം മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട മാസമാണ്. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപം അല്ലെങ്കിൽ യുദ്ധദേവതാ രൂപമാണ് ലളിത ത്രിപുരസുന്ദരി. ദേവി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ടാണ് ജനിച്ചത്. ശുംഭനിശുംഭന്മാരെയും രക്തബീജനെയുമൊക്കെ വധിച്ചത് ലളിതാദേവിയാണ്. ആ ദേവിയെ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലളിത സഹസ്രനാമം ജപിക്കുന്നത്. ലൗകിക ജീവിതം ജീവിക്കുന്ന മനുഷ്യർ, അവന് ധാരാളം ആവശ്യങ്ങളുണ്ട് അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട്. സമ്പത്ത്, പ്രശസ്തി, അതായത് നല്ല പ്രശസ്തി, അതായത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകണം. നല്ലവരാണ്, അവൻ നല്ലതാണ്, അല്ലെങ്കിൽ അവൾ നല്ലതാണ്, നല്ല കുട്ടിയാണ് എന്ന് പറയിപ്പിച്ച് മുമ്പോട്ട് പോകണം. അതുപോലെ മറ്റ് സാമ്പത്തിക സൗകര്യങ്ങൾ, വീട്, കാറ്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, നല്ല ജീവിതം, നല്ല കുഞ്ഞുങ്ങൾ, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. നല്ല ജോലിയൊക്കെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുന്നത് ആരെയാണ്? അതിന് സഹായിക്കുന്നതിനായിട്ട് അമ്മ മഹാമായയാണ്. കാരണം അമ്മയാണ്. അമ്മയെ നമുക്ക് എളുപ്പം സമീപിക്കുവാൻ കഴിയും. അമ്മയോട് നമുക്ക് വളരെ എളുപ്പം നമ്മുടെ കാര്യങ്ങൾ പറയാനായി സാധിക്കും. അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ലൗകിക ആശ്രമത്തിൽ ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ലളിതാദേവിയെ പ്രാർത്ഥിക്കുന്നത്. കാരണം അമ്മയെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് അമ്മയെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2026 ജാനുവരി മാസം 7-ാം തീയതി ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയാണ്. പഞ്ചമിയിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് വളരെ ഉത്തമമാണ്. ഇവിടെ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയും ബുധനാഴ്ചയും കൂടി വന്നിരിക്കുന്നതിനാൽ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമാണ്. ആരാണ് വാരാഹി ദേവി? മഹാവിഷ്ണുവിൻ്റെ വരാഹ രൂപത്തിലുള്ള അവതാരത്തിൻ്റെ സ്ത്രീ രൂപമാണ് വാരാഹി. ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളും വാരാഹി എന്ന പേരിൽ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നു. വൈകുണ്ഠമാണ് വാസസ്ഥാനം. രാത്രിയുടെ ദേവതയാണ്. അതുമാത്രമല്ല, ലളിത ത്രിപുര സുന്ദരിയുടെ സൈന്യാധിപ കൂടിയാണ് വാരാഹി. വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. രാത്രിയുടെ ദേവതയായതുകൊണ്ട് ഒരു 8 മണി മുതൽ ഒരു 10 മണി വരെയുള്ള സമയം, അതുപോലെ തന്നെ അതികാലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം, ഈ സമയത്തൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. തേങ്ങാമുറിയിൽ എണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നീല ശംഖുപുഷ്പങ്ങൾ ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ചിട്ട് ആ വിളക്കിൽ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദേവിക്ക് മാതള നാരങ്ങ, ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ, നീല ശംഖുപുഷ്പം ഇവയൊക്കെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് വളരെ ഇഷ്ടമാണ്.
വാഴപ്പഴം ദേവിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഈ ഏതെങ്കിലും പ്രസാദങ്ങളൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ഈ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിക്ക് ഭഗവതിയെ 9 നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ആ 9 നാമങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. പഞ്ചമി ദണ്ഡനാഥ, സങ്കേത, സമയേശ്വരി, വാരാഹി, പോത്രിണി, ശിവ, വാർത്താലി, മഹാസേന. ഇതാണ് 9 നാമങ്ങൾ. 9 പുഷ്പങ്ങൾ കയ്യിലെടുത്തിട്ട് ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓം പഞ്ചമ്യേ നമ എന്ന് ജപിക്കുക. അപ്പോൾ ഒരു പൂവ് ആ നിലവിളക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് സമർപ്പിക്കുക. അതിനുശേഷം ഓം ദണ്ഡനാഥായേ നമ, പിന്നീട് ഓം സങ്കേതായേ നമ, ഓം സമയേശ്വരിയേ നമ, ഓം വാരാഹ്യേ നമ, ഓം പോത്രിണ്യേ നമ, ഓം ശിവായേ നമ, ഓം വാർത്താല്യേ നമ, ഓം മഹാസേനായേ നമ. ഇങ്ങനെ ഈ 9 നാമങ്ങൾ ജപിക്കണം. അതിനുശേഷം ഒന്ന് ഭഗവതിയെ ഒന്ന് തലകുനിച്ച് 2 കൈകൊണ്ട് ഒന്ന് തൊഴുത് ഒന്ന് വന്ദിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആവർത്തിക്കാം. ഇങ്ങനെ എത്ര തവണ ആവർത്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 തവണ നിങ്ങൾക്ക് ആവർത്തിക്കാം. 9ൻ്റെ ഗുണിതങ്ങൾ എത്ര തവണ ആവർത്തിക്കാൻ പറ്റുമോ, അതായത് 9, 18, അങ്ങനെ നമ്മൾ 9ൻ്റെ ഗുണിതങ്ങൾ അങ്ങനെ എത്ര തവണ ആവർത്തിക്കാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. 108 തവണ, 1008 തവണ, 27 തവണ, എത്ര തവണ നിങ്ങൾക്ക് അങ്ങനെ ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വളരെ വളരെ ഉത്തമമാണ് ഇങ്ങനെ ജപിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ എല്ലാ പഞ്ചമി തിഥികളിലും പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലുമൊക്കെ തന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ക്ഷിപ്രപ്രസാദിനിയാണ് ഭഗവതി. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും ഭഗവതി തൻ്റെ ഭക്തർക്ക് കണ്ണും പൂട്ടി നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്ന് വെച്ച് മറ്റൊരാളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ ആപത്ത് കൊണ്ടുവന്ന് നൽകും എന്നുള്ള കാര്യം പ്രത്യേകമായൊന്ന് ഓർക്കുക. ശുംഭനെയും നിശുംഭനെയും രക്തബീജനെയുമൊക്കെ വധിക്കുന്നതിനായി ലളിത ത്രിപുരസുന്ദരി അവതരിച്ചു. ദേവിയെ സഹായിക്കുന്നതിനായിട്ടാണ് 7 മാതാക്കൾ അവതരിച്ചത്. അവരാണ് ബ്രഹ്മാണി, മഹേശ്വരി, വൈഷ്ണവി, ഐന്ദ്രി, വാരാഹി, നാരസിംഹി, ശിവദൂതി എന്നിവർ. അവരിൽ 5ാമത്തെ ഭഗവതിയാണ് വാരാഹി. ഈ വാരാഹി ദേവിയെപ്പറ്റി ലളിത സഹസ്രനാമത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. പഞ്ചമി, ദണ്ഡനാഥ, സങ്കേത, സമയേശ്വരി, വാരാഹി, പോത്രിണി, ശിവ, വാർത്താലി, മഹാസേന എന്നൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് അതൊക്കെ ആരെ പറ്റിയിട്ടാണ്? വാരാഹി ദേവിയെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ അരിഗ്നി, ആജ്ഞാചക്രേശ്വരി, മഹാസേന ഇതൊക്കെ ഭഗവതിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ദേവതകളെ അപേക്ഷിച്ചിട്ട് രാത്രിയുടെ ദേവതയാണ് വാരാഹി. പന്നിയുടെ മുഖത്തോടു കൂടിയാണ് ദേവിയെ കാണപ്പെടുന്നത്. വൈകുണ്ഠമാണ് വാസസ്ഥാനം. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലുള്ള പ്രാർത്ഥന, അതികാലെയുള്ള പ്രാർത്ഥന ഇതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഞാനീ പറഞ്ഞ 9 നാമങ്ങൾ അത് നിത്യേന എന്നതുപോലെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. അതുമാത്രമല്ല ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, അതുപോലെ പഞ്ചമി, പൗർണമി, അമാവാസി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ
പഴനിയിലേക്ക് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക്, മുരുക ക്ഷേത്രത്തിലേക്ക്, ഭഗവാൻ മുരുകൻ്റെ ആലയത്തിലേക്ക് നമ്മൾ പടി നടന്ന് നമ്മൾ കയറുമല്ലോ. പടിയിൽ കൂടെ നടന്ന് കയറുന്ന സമയത്ത് നമ്മൾ ആ പടി തുടങ്ങുന്ന ആ ഭാഗത്ത് വാരാഹി ദേവിയുടെ ഒരു കുഞ്ഞ് ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ വാരാഹി ദേവിയെ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ട്. യുദ്ധദേവതയായതുകൊണ്ട് തന്നെ ഏതു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്നാണ് കരുതുന്നത്. കാരണം വിജയമുണ്ടാക്കി തരും ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഭഗവതിയെ നമ്മുടെ മനസ്സു നിറഞ്ഞ് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ആശ്രയമായി കരുതുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഭഗവതിക്ക് പച്ചമഞ്ഞൾ സമർപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. കേരളത്തിൽ അങ്ങനെ അധികം വാരാഹി ക്ഷേത്രങ്ങൾ കാണാറില്ല. എങ്കിലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വാരാഹി ക്ഷേത്രമുണ്ട്. പേട്ട ആനേറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. വളരെ ശ്രേഷ്ഠമായ ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം ആളുകൾ അവിടെ വന്ന് ഭഗവതിയെ കണ്ടു തൊഴുത് അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പഞ്ചമി ദിവസങ്ങളൊക്കെ തന്നെ വലിയ തിരക്കാണ്. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം, അവർക്കത് സാധിച്ചെടുത്തതിന് ശേഷം അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എപ്പോഴും ഇത്രയും ദൂരത്ത് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പലപ്പോഴും പലർക്കും എത്തിച്ചേരാനായിട്ട് പറ്റാറില്ല. എങ്കിൽ തന്നെയും ഈ തിരുവനന്തപുരം ജില്ലയിൽ പലർക്കും ഈ ക്ഷേത്രം അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിയുമെങ്കിൽ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴണം. അതുപോലെ തന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വാരാഹി ദേവി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പഞ്ചമി ദിവസങ്ങളൊക്കെ തന്നെ ലളിത സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരുന്നു കൊണ്ട് ജപിക്കരുത്. ഒരു പായ എങ്കിലും എടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് വേണം ജപിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള തുണിയോ എന്തെങ്കിലും ഒന്ന് എടുത്ത് ഒന്ന് വിരിക്കണം. അതിനുശേഷം അതിൻ്റെ പുറത്തിരുന്നിട്ട് വേണം ജപിക്കേണ്ടതായിട്ട്. അതല്ലാതെ ഒരിക്കലും വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ഇനി താഴെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ കസേരയിൽ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ദേവിയെപ്പറ്റി നമുക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ വിഷ്ണു ഭക്തരും ശിവഭക്തരും അവർ രണ്ടുപേരും ഒരുപോലെ ജപിക്കുന്ന ഒരു ദേവിയാണ് വാരാഹി ദേവി. അതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വർണ്ണവാരാഹി എന്ന പേരിലൊക്കെ നേപ്പാളിലൊക്കെ ഭഗവതിയെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഒരുപാട് സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ദേവിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടങ്ങളൊക്കെ മാറുമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ധാരാളം ആളുകൾ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. ധാരാളം ആളുകൾക്ക് അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ഈ ക്ഷേത്രത്തിൽ പഞ്ചമി ദിവസങ്ങളിലോ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലോ ഒക്കെ ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാരണം അത്രയും ആളുകൾ അവിടെ വന്ന് കരഞ്ഞ് ഭഗവതിയോട് ഞങ്ങളുടെ ആഗ്രഹം നടന്നു എന്നും പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ വരില്ലല്ലോ. അത്രയും ആളുകൾക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതിയെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. കലിയുഗത്തിൽ നാമജപത്തിനോളം ഉത്തമം മറ്റൊന്നിനുമില്ല. നാമജപമാണ് ശ്രേഷ്ഠം. ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവതിയുടെ കഥകൾ പറയുക, കേൾക്കുക, പ്രചരിപ്പിക്കുക. അത് ഭക്തി തന്നെയാണ്. എല്ലാവരും നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.